ആദിലയും നൂറയും വളരെ ഇമോഷണലായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലായിരുന്നു 25ന് വരാൻ പോകുന്ന ആദിലയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ബിഗ് ബോസിനോട് ഒരു കേക്കിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തത്. ബിഗ് ബോസ്, ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കേക്ക് തരുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഹാർട്ട് വെച്ച് തരണേ എന്നെല്ലാമാണ് നൂറ ആവശ്യപ്പെട്ടത്. ബിഗ് ബോസ് അങ്ങനെ കേക്ക് തരുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് സീസൺ 7ലെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആള് ഞാനായിരിക്കുമെന്നാണ് ആദില പറഞ്ഞത്. ഇതിനിടയിലായിരുന്നു അവർ ഷാനവാസിൻ്റെയും അക്ബറിൻ്റെയും വീട്ടിൽ നിന്ന് ഫോൺ കോൾ വന്നതിനെക്കുറിച്ച് സംസാരിച്ചത്. അക്ബറിൻ്റെ ഉമ്മയുടെ കോൾ വന്നതിന് ശേഷം അക്ബർ ഇവരുമായി സംസാരിക്കുന്നില്ല എന്നാണ് ആദിലയും നൂറയും പറയുന്നത്. ഒരുപക്ഷെ അവരുടെ വീട്ടിൽ നിന്ന് വിലക്കിക്കാണും. നമ്മളെപ്പോലെയുള്ളവരോട് സംസാരിക്കാൻ പാടില്ല എന്ന്. നമ്മുടെ സെക്ഷുവാലിറ്റി അവരുടെ ഫാമിലിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാവാം ഒരുപക്ഷെ അങ്ങനെയെല്ലാം പറഞ്ഞത്. എന്നാലും ഒരു വീട്ടിൽ ഇത്രയും നാൾ ഒരു സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് മിണ്ടാതാകുമ്പോൾ അതെല്ലാം എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നു എന്നാണ് നൂറ ആദിലയോട് പറഞ്ഞത്. കരയുന്ന നൂറയെ സമാധാനിപ്പിച്ചുകൊണ്ട് ആദില പറഞ്ഞു, എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം പറയുന്നത്? നമ്മുടെ ഫാമിലിക്ക് പോലും നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെയാ അവർ മനസ്സിലാക്കുക എന്നാണ് ആദില നൂറയോട് പറഞ്ഞത്. ഷാനവാസിനും അക്ബറിനും വീട്ടിൽ നിന്ന് വിളിക്കുവാനുള്ള പ്രിവിലേജെങ്കിലും ഉണ്ടല്ലോ, നമ്മൾക്ക് അതുപോലും ഇല്ലാലോ എന്നാണ് ആദിലയോട് നൂറ പറഞ്ഞത്. എന്തു തന്നെയായാലും ഷാനവാസിൻ്റെയും അക്ബറിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം ആദിലയും നൂറയെയും ഒരുപാട് വേദനിപ്പിച്ചു. എപ്പിസോഡിൽ ഈ കാര്യങ്ങളൊന്നും പൂർണ്ണമായി കാണിക്കുന്നില്ല. ലൈവിലായിരുന്നു എല്ലാം ചർച്ച ചെയ്തിരുന്നത്.